ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. സോ ദേ അമ്മ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഇന്ന് അമ്മയുടെ ഔട്ട്ഫിറ്റ് ചെക്ക്. ഓക്കെ ഗൈസ്, നമ്മൾ ഓട്ടോ വേഗം പിടിക്കാൻ പോവാണ്. ഓട്ടോ അവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ചായ കുടിക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലെത്തി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഫ്രൈഡ് സാൻഡ്വിച്ചാണ് പറഞ്ഞത്. അമ്മയ്ക്ക് ഒരു കോഫിയും ഒരു കട്ട്ലേറ്റും പറഞ്ഞിട്ടുണ്ട്. അതേ അനിയൻ ഓർഡർ പറയാൻ വേണ്ടി പോയിട്ടുണ്ട്. സോ നമുക്കത് കുടിച്ചിട്ട് ഷോപ്പിംഗ് തുടങ്ങാം. അങ്ങനെ ഗൈസ്, നമ്മുടെ സാൻഡ്വിച്ച് ആൻഡ് കട്ട്ലേറ്റ് എത്തിയിരിക്കുന്നു. പിന്നെ കോഫി പറഞ്ഞിട്ടുണ്ട്. കോഫി കുറച്ച് സമയം എടുക്കുന്നു പറഞ്ഞ്. നമുക്ക് സാൻഡ്വിച്ച് കഴിക്കാം. ഗൈസ്, നമ്മളുടെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഉണ്ണിക്കുട്ടൻ്റെ സ്പെഷ്യൽ ഫേവറേറ്റ് സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ. പക്ഷെ അത് നമ്മൾ എന്താ പറയുക, ഞാൻ ഉണ്ടാക്കുമ്പം എനിക്ക് കറക്റ്റ് ആ പെർഫെക്ഷൻ കിട്ടാറില്ല. അറിയില്ല ഞാൻ ഉണ്ടാക്കണതിൻ്റെ രീതിയാണോന്ന് അറിയില്ല, അതോ ആ പൊടിയുടെ ആണോന്ന് അറിഞ്ഞൂടാ. പൊടിയുടെയാണ് കണ്ട. ഞാൻ ഉണ്ടാക്കുന്ന രീതിയല്ല അത് പറയണത്. ഇത്രയും മോസ്റ്റ് സപ്പോർട്ടിങ് ആയിട്ടുള്ള ബ്രദർ ഉള്ളപ്പോൾ നിങ്ങൾക്ക് എന്തിനാ പേടിക്കാനുള്ളത്? നമ്മളിനി വെജിറ്റബിൾ സെക്ഷനിലേക്കാണ് പോകുന്നത്. പപ്പ കോളിലാണ്. അപ്പം ടോക്കിംഗ് ടു അമ്മ. പപ്പ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് ആ ഒരു ത്രില്ല് വരാറുള്ളൂ ഷോപ്പ് ചെയ്യുമ്പോൾ. ഇതിപ്പോൾ പപ്പ ഇല്ലാത്തതുകൊണ്ട് എന്താ ചെയ്യാ, കണ്ണിനൊന്നും വാങ്ങാൻ പറ്റില്ല. അമ്മയല്ലേ, സോ കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് അമ്മേനെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങൾ നാരങ്ങയും മാങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് തന്നെ അനിയന്റെ മസിൽ ഗൈസ്. സോ ഇനി നിങ്ങൾക്ക് ഇതിന്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ കമന്റ് ഡൗൺ ഗൈസ്. ഞങ്ങൾ ട്യൂട്ടോറിയൽ പറഞ്ഞുതരാം. എന്നെ പറഞ്ഞു കൊടുക്കില്ലേ? പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സെറ്റാക്കാം. എടുത്തിരിക്കുകയാണ്. പിന്നെ കറിവേപ്പില. അത് ബിഗ്ലറ്റ്സ് വന്നിട്ടുണ്ട്. ബിഗ്ലറ്റ്സ് ആണെങ്കിൽ ബിഗ്ലറ്റ്സ് ഗൈസ് വളരെ കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിക്കുന്നുള്ളൂ. മെയിൻലി പച്ചക്കറി മേടിക്കാനാണ് വന്നത്. പിന്നെ എനിക്ക് ഇന്ന് സൺഡേ ആണ്. ഈ അമ്മ വിളിക്കുന്നുണ്ട്. പോയി അങ്ങനെ ഞങ്ങൾ പച്ചക്കറികളൊക്കെ മേടിച്ച് കഴിഞ്ഞ് ബെല്ലടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ജ്യൂസ് മേടിക്കാൻ വേണമെന്ന് അമ്മയുടെ അടുത്ത് ചോദിക്കാം. അമ്മ എന്തെങ്കിലും ജ്യൂസ് എടുക്കാനുണ്ടോ? ഞങ്ങളുടെ ഒരു ഫിസ് മേടിച്ചിട്ടുണ്ട്. ഇവനും കൂടെ ഒരു ജ്യൂസ് നോക്കണം. ഞാനിപ്പോൾ ഈ ഒരു ബിയർ ഫിസ്സാണ് എടുത്തത്. ഇവനും കൂടെ ഒരെണ്ണം നോക്കാൻ വിചാരിച്ചാ. ഇവന് ഇതുവരെ കിട്ടിയിട്ടില്ല ഗൈസ്. ഇവന് ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് ആണ് കേട്ടോ. ഇവന് എന്താ പറയാ, ലസ്സിയാണ് മേടിച്ചത്. നമ്മുടെ കമ്മല് കണ്ടില്ലേ, ക്യൂട്ടല്ലേ നമ്മുടെ ഈ കമ്മല് ഞാൻ അടിച്ചു മാറ്റാൻ നോക്കാൻ പോണ്. അമ്മ എന്താ പറയാനുള്ള? ഞങ്ങൾ നല്ല പിള്ളേരായിരുന്നില്ലേ? അതെന്താന്നറിയോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞങ്ങൾക്ക് പപ്പ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ത്രില്ലുള്ളൂ ഷോപ്പ് ചെയ്യാൻ. അതാകുമ്പോ നമുക്ക് കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇടാലോ. ഇത് ഒരു ലിമിറ്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു. ഞാൻ പപ്പ ഇല്ലെങ്കിലും അമ്മ ഉണ്ടെങ്കിലും ആരായാലും ഞാൻ നല്ല കുട്ടിയായിരിക്കും. പക്ഷെ ഉണ്ണിക്കുട്ടൻ അങ്ങനെയല്ല. ഉണ്ണിക്കുട്ടനാണ് എപ്പോഴും നല്ല കുട്ടിയല്ലാത്തത്. അല്ല ഉണ്ണിക്കുട്ട? നമ്മളിനി നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഗൈസ്, ഞങ്ങളിതേ ഊബറൊക്കെ വിളിച്ച് വീട്ടിലേക്ക് പോയിട്ട് വേഗം തന്നെ ഡ്രസ്സ് മാറിയിട്ട് വടക്കുന്നാഥിലേക്ക് പോയിട്ടാ. ഒന്നാമത് അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ വർത്താനം പറഞ്ഞിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്സായിട്ട് അങ്ങനെ എടുത്തു. അപ്പം നല്ല തിരക്കായിരുന്നു, അത്രയും ചൂടും ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം ശിവരാത്രിയൊക്കെ ആയതുകൊണ്ട് നല്ല പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവിടെ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പുമാവും അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കൂടെ കഴിച്ചു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഈ അമ്മയ്ക്ക് ജസ്റ്റ് ഒന്ന് കൈ നോക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കടല മേടിച്ചിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി.
അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. ഒന്നാമതവിടെ നല്ല തിരക്കായിരുന്നു, വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും തിരക്കായിരുന്നു. പിന്നെ ഒന്നാമത് ഭയങ്കര ചൂട് അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വന്ന് നേരെ ഊബർ വിളിച്ച് ഡ്രസ്സ് മാറിയിട്ട് ഊബർ വിളിച്ചിട്ട് അങ്ങനെ വടക്കുന്നാലിൽ പോയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ചാ